എല്ലാവർക്കും നമസ്കാരം. മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ലോകത്തെ രണ്ടാതികായന്മാർ കളത്തിലിറങ്ങാൻ പോവുകയാണ്. അതെ, യൂറോ കപ്പിലെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ ക്രിസ്ത്യാനോ റൊണാൾഡോയും കിലിയൻ എംബാപ്പയും മുഖാമുഖം വരുന്നു. രണ്ടാം ക്വാർട്ടർ ഫൈനലിൽ പോർച്ചുഗൽ വേഴ്സസ് ഫ്രാൻസ് മാച്ച് പ്രിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ജയത്തിനപ്പുറം യൂറോ കപ്പിൻ്റെ സെമി ഫൈനലിലേക്ക് മുന്നേറാം. അതുതന്നെയായിരിക്കും ഇരു ടീമുകളുടെയും ലക്ഷ്യം. ഏറെക്കാലത്തെ കിരീട വരൾച്ചയ്ക്ക് അന്ത്യമിടാനാണ് പോർച്ചുഗൽ എത്തുന്നത്. കഴിഞ്ഞ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയോട് പരാജയപ്പെട്ട കപ്പ് നഷ്ടപ്പെട്ടു പോയതിൻ്റെ ക്ഷീണം യൂറോ കപ്പ് നേടി തീർക്കണം ഫ്രാൻസിന്. അതിനാൽ തന്നെ തീപാറും പോരാട്ടം തന്നെ. ഈ ഒരു യൂറോ കപ്പിൽ പരാജയം അറിയാതെ എത്തുന്ന രണ്ട് ടീമുകൾ തന്നെയാണ് ഫ്രാൻസും പോർച്ചുഗലും. ഇരു ടീമുകളുടെയും ലീഗ് സ്റ്റേജിലെയും നോക്കൗട്ട് സ്റ്റേജിലെയും റിസൾട്ടുകളൊന്ന് പരിശോധിക്കാം. ഗ്രൂപ്പ് എഫിലായിരുന്നു പോർച്ചുഗൽ ഇത്തവണ യൂറോ കപ്പിൻ്റെ ലീഗ് സ്റ്റേജിൽ. ആദ്യ മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ 1-2 ഗോളിൻ്റെ വിജയം, തുർക്കിക്കെതിരെ എതിരില്ലാത്ത 3 ഗോളുകളുടെ തകർപ്പൻ വിജയം, ഒപ്പം അവസാന പോരാട്ടത്തിൽ ജോർജിയക്കെതിരെ എതിരില്ലാത്ത 2 ഗോളിന് പറങ്കിപ്പട ജയിച്ചു. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ സ്ലൊവേനിയക്കെതിരെ സമനിലയും വഴങ്ങിയാണ് ഷൂട്ടൗട്ടിലൂടെ പോർച്ചുഗൽ യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ ബർത്തുറപ്പാക്കിയത്. ഫ്രാൻസിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ ഒട്ടും വിപരീതമല്ല. പരാജയം അറിയാതെയാണ് ഫ്രാൻസും എത്തുന്നത്. ഗ്രൂപ്പ് ഡിയിലായിരുന്നു ഫ്രാൻസ് ഉൾപ്പെട്ടത്. ഓസ്ട്രിയക്കെതിരെ എതിരില്ലാത്ത 1 ഗോളിൻ്റെ വിജയം, നെതർലാൻഡ്സിനെതിരെ സമനില, ഗോൾ രഹിത സമനില, ഒടുവിൽ പോളണ്ടിനെതിരെ വീണ്ടും 1-1 സമനില. പ്രീ ക്വാർട്ടർ പോരാട്ടത്തിൽ ബെൽജിയത്തിനെതിരെ എതിരില്ലാത്ത 1 ഗോളിന് ജയിച്ചാണ് ഫ്രാൻസ് അങ്ങനെ യൂറോ കപ്പിൻ്റെ ക്വാർട്ടർ ബർത്ത് ഉറപ്പാക്കിയിട്ടുള്ളത്. ഇനി ഇരു ടീമുകളുടെ സാധ്യത 11 ഒന്ന് പരിശോധിക്കാം. പോർച്ചുഗലിനെ സംബന്ധിച്ച് ഡീഗോ കോസ്റ്റ, ക്യാൻസലോ, റൂബൻ ഡയാസ്, പെപ്പെ, ന്യൂനോ മെൻഡിസ്, പാൽഹിൻഹ, വിദീൻഡ, ബ്രൂണോ ഫെർണാണ്ടസ്, റാഫേൽ ലിയോ, റൊണാൾഡോ, ബെർണാഡോ സിൽവ എന്നിവരായിരിക്കും പോർച്ചുഗലിന് വേണ്ടി കളത്തിലിറങ്ങാൻ പോകുന്നത്. ഫ്രാൻസിൻ്റെ ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ മേഗ്നാൻ, ഗൊണ്ടെ, സലിബ, ഉപമെക്കാനോ, ഹെർണാണ്ടസ്, എൻഗോളോ കാൻറ്റെ, ചൊവേനി, ഗ്രീസ്മാൻ, ഉസ്മാൻ ഡബ്ബലെ, ടുറാം, കിലിയൻ എംബാപ്പെ. ഇതായിരിക്കും ഫ്രാൻസിൻ്റെ സാധ്യത 11. ഇനി ഫ്രാൻസിൻ്റെ നിരയിൽ റാബിയോറ്റ് സസ്പെൻഷൻ കാരണം നിർണായകമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ കളത്തിലിറങ്ങില്ല. ഇനി നാളത്തെ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഒരു യെല്ലോ കാർഡ് വല്ലതും നേടുകയാണെങ്കിൽ ജാവോ ക്യാൻസലോ, ക്രിസ്ത്യാനോ റൊണാൾഡോ, ഫ്രാൻസിസ്കോ, ജാവോ പാൽഹിൻഹ, പെഡ്രോ നെറ്റോ, റൂബൻ നെവ്സ് എന്നീ പോർച്ചുഗൽ താരങ്ങൾക്ക് അടുത്ത മത്സരം, അതായത് സെമി ഫൈനൽ മത്സരം നഷ്ടമാകും. ഇനി ഫ്രാൻസിൻ്റെ ലൈനപ്പിലേക്ക് വരുവാണെങ്കിൽ ഒരു യെല്ലോ കാർഡ് നേടുകയാണെങ്കിൽ ഉസ്മാൻ ഡംബലെ, ആന്റോൺ ഗ്രീസ്മാൻ, കിലിയൻ എംബാപ്പെ, ചൊമേനി എന്നിവർക്കും അടുത്ത മത്സരം നഷ്ടമാകും. സോ കാത്തിരിക്കാം ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിന് വേണ്ടി. പറങ്കിപ്പട നേരിടുകയാണ് കരുത്തരായ ഫ്രാൻസിനെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക്സ് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.